എൻ്റെ ഒരു 2 ആഴ്ച മുമ്പ് വീഡിയോ നിങ്ങൾ കണ്ടവർക്ക് മനസ്സിലായി കാണും. ഞാൻ അതിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ ജോർദാനും ഈജിപ്തും അമേരിക്ക എന്താണ് പ്രപ്പോസൽ ചെയ്തത്, ഗാസയെപ്പറ്റി അവിടെയുള്ള പാലസ്തീൻകാരെയും കൊണ്ടുപോകണം, അതവർ അംഗീകരിക്കും. ഇപ്പം കേരളത്തിലെ ഒരു സാറ്റലൈറ്റ് ചാനൽ, ചില യൂട്യൂബ് ചാനലുകളും ചില ഹിന്ദി ചാനലുകളും ചില ഉറുദു ചാനലുകളും അൽ ജസീറ ഉൾപ്പെടെ ചാനലുകളും പറഞ്ഞ് അതൊന്നും നടക്കത്തില്ല, ഈ ജോർദാനും ഈജിപ്തും ഈ പലസ്തീൻകാരെ അങ്ങോട്ട് കയറ്റത്തില്ല. അതായത് എത്നിക് ക്ലീൻസിങ് എന്ന് പറയുന്ന സംഭവം ഈ 2 രാജ്യങ്ങളും സമ്മതിക്കത്തില്ല, അറേബ്യൻ രാജ്യങ്ങൾ സമ്മതിക്കില്ല. ഞാൻ അൽ ജസീറയുടെ ആ ചർച്ച കേട്ടതാണ്. എന്തുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത് ഇത് സംഭവിക്കുന്നതിന് പറഞ്ഞതിൻ്റെ കാര്യം എന്താ? നേരത്തെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അതുമായി ബന്ധപ്പെട്ട ചില പോയിന്റ്. അതായത് ഇന്ന് ജോർദാൻ രാജാവ്, അതായത് ഇന്നലെ ജോർദാൻ രാജാവ് അമേരിക്കയിൽ പ്രസിഡന്റ് ട്രംപുമായിട്ടും ട്രംപ് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ചർച്ച നടത്തി. അദ്ദേഹത്തിൻ്റെ ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ, അതായത് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ പറഞ്ഞത്, ഒരു കാരണവശാലും ജോർദാൻ പാലസ്തീൻകാരെ കയറ്റില്ല, ഇസ്രായേലുമായിട്ട് യുദ്ധം ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ്. ഇതൊക്കെ വലിയ ഹൈലൈറ്റ് ചെയ്ത് ഈ അൽ ജസീറയ്ക്ക്, ഈ കേരളത്തിലെ ഒരു സാറ്റലൈറ്റ് ചാനൽ യൂട്യൂബിലൊക്കെ വന്നത്, ഈ ജോർദാന് ഇസ്രായേലുമായിട്ട് മാറിയ അമേരിക്കൻ ബേസുള്ള രാജ്യമാണ്. അത് യുക്തിപരമായിട്ട് ചിന്തിക്കണം. ഇതൊക്കെ വിഡ്ഢിത്തരം വിളിച്ചു പറയാം. ഇതേപോലെ വിഡ്ഢിത്തരം വിളിച്ചു പറഞ്ഞ് എങ്ങനെ ഇറാനും ഇസ്രായേലുമായിട്ട് വാർ ചെയ്യാൻ പറ്റും? ആ രാജ്യത്തിൻ്റെ എക്കോണമിയുടെ ഏകദേശം 40% സപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കൻ സർക്കാരാണ്. ഏറ്റവും പരമപ്രധാനമാണ്. എന്താണ് ജോർദാൻ രാജാവ് പറഞ്ഞത്? അവിടെയുള്ള ആദ്യം ഞങ്ങൾ 2000 അവിടെയുള്ള കുട്ടികളെ ഞങ്ങൾ കൊണ്ടുപോകാം. അപ്പം മറ്റുള്ള ചില മീഡിയ റിപ്പോർട്ട് വന്നിരിക്കുന്നത് 10 ലക്ഷം പേരെ അവർ കൊണ്ടുപോകാൻ തയ്യാറാണ്. അതായത് പകുതി ജനസംഖ്യ ഗാസയിലുള്ളവർ അവർ കൊണ്ടുപോകാൻ തയ്യാറാണ്. വർക്ക് റീസ്റ്റാർട്ട് ചെയ്തു, നിർത്തിവെച്ച വർക്ക് റീസ്റ്റാർട്ട് ചെയ്തു. എന്താ അതിൻ്റെ കാരണം? ജോർദാൻ്റെ ബജറ്ററി സപ്പോർട്ട്, എക്കോണമി, അതിനകത്ത് 20% കൊടുക്കുന്ന അമേരിക്കൻ ഗവൺമെൻറ് നേരിട്ട് കൊടുക്കുക. എന്തിനാ അമേരിക്കൻ ഗവൺമെൻറ് അതിന് നേരിട്ട് അവർക്ക് പണം കൊടുക്കുന്നതിൻ്റെ റീസൺ നിങ്ങൾക്കറിയോ? ഒന്നാമത്തെ സംഭവം, അതിനകത്ത് ഇസ്ലാമിനെ റിഫോം ചെയ്യണം. കാരണം എന്താ? ഈ പറയുന്ന കിങ് അബ്ദുള്ള എന്ന് പറയുന്നത് ഈ പ്രോഫറ്റ് മുഹമ്മദിൻ്റെ ഫസ്റ്റ് കസിൻ ആണെന്ന് പറയുക, ഏറ്റവും അടുത്ത ബന്ധുവാണെന്ന് പറയുന്നത്. അപ്പം ബന്ധു തന്നെ ഇസ്ലാമിനെ റിഫോം ചെയ്യണം. അതായത് കാണത്ത രീതിയിൽ പോകാൻ പാടില്ല. അതിനാണ് അമേരിക്ക ഫണ്ട് ചെയ്യുന്നത്. ആ ഫണ്ട് ആ ഗവൺമെൻറ്, അതായത് അതെല്ലാം ഉൾപ്പെടെ US എയ്ഡ്, അതെല്ലാം ഉൾപ്പെടെ ഏകദേശം 40% ജോർദാൻ്റെ എക്കോണമി താങ്ങിയിരുന്ന അമേരിക്കയെ. അവിടെയുള്ള ജനങ്ങൾക്ക് മെഡിസിൻ, നിങ്ങളെടുത്ത് നോക്കുക, ഇതൊക്കെ ഇതിനകത്ത് ഓരോ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ജോർദാൻ എക്കോണമിയായിട്ട് ബന്ധപ്പെട്ട്. അതേപോലെ തന്നെ അവിടെയുള്ള റോഡുകൾ അത് നന്നാക്കാനും ടാർ ചെയ്യാനും, അവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കാൻ, അവിടുത്തെ ടീച്ചേഴ്സിന് ശമ്പളം കൊടുക്കാൻ, ആ കുട്ടികൾക്ക് മീൽസ് കൊടുക്കാൻ, ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ, അവിടുത്തെ ഡോക്ടേഴ്സിനും നേഴ്സസിനും ശമ്പളം കൊടുക്കുന്നതിൻ്റെ പകുതി അമേരിക്കൻ സഹായമാണ്. അതാണ് ഈ സുഡാപ്പികൾക്ക് ഇതറിയാത്ത. അമേരിക്ക എത്ര പവർഫുൾ രാജ്യമാണെന്ന് മനസ്സിലായിക്കോണം. അതാണ് ട്രംപ് പറഞ്ഞത്, ഞാൻ പറഞ്ഞത് കേട്ടില്ല എങ്കിൽ സാധനം ഞാൻ കട്ട് ചെയ്യും. പേടിച്ചു. ഇതാണ് സിമ്പിളായിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ സാധനം അവർ പറഞ്ഞു, ഇതനുസരിച്ചേ മതിയാവത്തുള്ളൂ, അങ്ങോട്ട് കൊണ്ടുപോകും. അമേരിക്ക അത് ഇൻവെസ്റ്റ് ചെയ്ത് ഇവർക്ക് പുതിയ വീടും പരിപാടികളൊക്കെ ഉണ്ടാക്കിയും കൊടുക്കും. 10 ലക്ഷം പേര് ഈജിപ്റ്റ് കയറ്റിക്കാണാം. ഈജിപ്തിന് ഇതേപോലെ തന്നെയാണ്. പിന്നെ ഇതേപോലെ എല്ലാ സഹായവും കാരണം ഈജിപ്തിൻ്റെ എക്കോണമി താറൊടിച്ച് തകർന്നു പോയി. അതിനെ തിരിച്ചു കൊണ്ടുവരാൻ യൂറോപ്യൻ രാജ്യങ്ങൾ ഫണ്ട് കൊടുത്തിട്ടുണ്ട്, ലോൺ. പക്ഷെ അതുകൊണ്ട് അവർക്ക് തികയത്തില്ല. അവർക്ക് അമേരിക്കൻ സഹായം തന്നെ വേണം. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അമേരിക്ക പവർഫുൾ നേഷനാണ്. അവൻ്റെ കയ്യിലാണ് പണം, അവൻ്റെ കയ്യിലാണ് ആയുധം. ഈജിപ്തിന് വെപ്പൺസ് വാങ്ങാൻ അമേരിക്ക അങ്ങോട്ട് പണം കൊടുത്തിട്ട് അവർ ഇങ്ങോട്ട് വെപ്പൺസ് മേടിക്കും. ഇങ്ങനെ സംഭവം ഈ 2 രാജ്യങ്ങളും ചെയ്യുന്നത്. അവിടുത്തെ സെക്യൂരിറ്റി ഫോഴ്സിന്, അതായത് പോലീസ്, പട്ടാളം,
അവർക്ക് ശമ്പളം കൊടുക്കുന്നതിൻ്റെ 12% അമേരിക്കൻ ഫണ്ടിൽ നിന്നാണ് കൊടുക്കുന്നത്. ഇവിടുത്തെ ചൂടാപ്പികൾക്ക് എന്ത് കോപ്പറിക്കുക? നിങ്ങളതിൻ്റെ ബജറ്റ് നോക്ക്. ഞാനിത് പറയുന്നില്ല, നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കുക. എല്ലാം അവൈലബിൾ ആണ് നെറ്റിൽ. എത്ര % അമേരിക്കൻ സഹായം ചെയ്യുന്നത്. എന്നിട്ട് ആ രാജ്യങ്ങൾ ഇവർ ഇയാൾ പറഞ്ഞ് കേട്ടില്ലെങ്കിൽ അതിനെ നശിപ്പിച്ച് കളയത്തില്ലേ? എന്താണ് അമേരിക്ക അടുത്ത ത്രട്ട് ചെയ്തത്? സൂയസ് കനാൽ ഏറ്റെടുക്കും. പേടിച്ച്. കാരണം സൂയസ് കനാലിനാണ് ഈജിപ്തിൻ്റെ ഏറ്റവും കൂടുതൽ വരുമാനം. ഈ ഹൂത്തികളുടെ പ്രശ്നം കൊണ്ടാണ് അവർ പെട്ടുപോയത്. ഇതൊക്കെയുള്ള സംഭവം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞത്, ഈജിപ്റ്റ് വാതിൽ തുറന്നു കൊടുക്കും ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുമ്പോൾ. ഈ സാധനങ്ങളെ മുഴുവൻ ഈജിപ്റ്റ് വഴി അങ്ങ് ചാടിയിട്ട് അവിടുന്ന് ഷിപ്പിൽ നിന്ന് കയറ്റി അല്ലാത്ത രീതിയിൽ ഇതിനെ ജോർദാനിലോട്ടങ്ങ് മാറ്റും. ഇതാണ് ഉണ്ടാകാൻ പോകുന്നത്. അതായത് കൃത്യമായിട്ട് പറയാം, ഈ 2 രാജ്യങ്ങൾ ഇതനുസരിച്ചേ മതിയാവത്തുള്ളൂ. ഇത് അമേരിക്ക ഈ ഗസ ഏറ്റെടുത്ത് കഴിഞ്ഞ് അതിന് പ്രത്യേക പേര് വിട്ട് ഇത് റിവർ റിവേറി ഏതാണ്ട് പേരാണ് ഇട്ടേക്കുന്നത്. അതിനൊരു ദുബായിയേക്കാളും സിംഗപ്പൂരിനേക്കാളും വലിയൊരു ഡെസ്റ്റിനേഷനായിട്ട് അങ്ങ് മാറ്റും. ഇതാണ് അവിടെ പിന്നെ അവിടെയാണ് ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കൃത്യമായിട്ട് പറയാൻ, പാലസ്തീൻ എന്ന് പറയുന്ന സാധനം ഇല്ലാതാകും. 2ാമത്തെ സ്റ്റെപ്പായിരിക്കും വെസ്റ്റ് ബാങ്കിൽ. 1ാമത് അനക്സേഷൻ ഇസ്രായേൽ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ കണ്ടോണം, വരാൻ പോകുന്ന 1 വർഷത്തിനുള്ളിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ ഏകദേശം 100 ഇരട്ടിയായിട്ട് ഇത് എക്സ്പാൻഡ് ചെയ്യും. കാരണം സിറിയയുടെ എത്ര ഭാഗം, ലെബനൻ്റെ ഇത്രയും ഭാഗം. അതിന് പറ്റിയ സമയമാണ്. ആരും ആരെ എതിർക്കാൻ പറ്റും. ഇറാൻ നിശബ്ദമായി പോയി. ഇറാന് പേടി എന്നാണ് അമേരിക്ക അവൻ്റെ തലയെ കൊണ്ട് ബോംബിടുന്നതെന്ന്, എന്നാണ് ഇസ്രായേൽ കയറി അവനെ വെടി തീർക്കുന്നതെന്ന്. റഷ്യ ഉക്രൈനിൽ എൻഗേജ്ഡ്, ചൈന ടാരിഫിൽ എൻഗേജ്ഡ്. ലോകത്ത് അറേബ്യൻ രാജ്യങ്ങളാണെങ്കിൽ പ്രധാനപ്പെട്ട UAEയും സൗദിയും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കൂടെ. പറ്റിയ സമയം ഇതേ ഉള്ളൂ. അതായത് അവിടെയുള്ള ഒരു റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതാവ് പറയുന്നത് ബിബ്ലിക്കൽ പ്രോഫസിയാണ് ഞങ്ങളിത് നടത്തും. ആരെതിർത്താലും ഈ പറയുന്ന ജർമ്മനിയുടെ സ്കോൾസോ ഇമാനുവൽ മാക്രോണോ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യം അമേരിക്കയ്ക്കെതിരെ കൈപൊക്കാൻ പറ്റുമോ? കാരണം ഈ രാജ്യത്തിനെല്ലാം പേടി, ട്രംപിനെ പേടിയ. എപ്പോഴാണ് ടാരിഫ് തലേക്ക് എടുത്തു വെക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. ഈ രാജ്യത്തിൻ്റെയൊക്കെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഈ ഫ്രാൻസിനെ പറ്റി ഭയങ്കര സംഭവമായിട്ട് ഈ ഒരു സാറ്റലൈറ്റ് ചാനൽ പറഞ്ഞപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട സംഭവമുണ്ട്. ഇന്ത്യൻ പട്ടാളത്തിൻ്റെ 2 റെജിമെൻറ്റും ഒരു ഡിഫൻസിൻ്റെ ഓഫീസറിന് താഴെ വന്ന കമൻ്റാണ്. എൻ്റെ ഇതല്ല, പുള്ളി ഒരു കമൻ്റാണ്. ഇന്ത്യൻ ആർമിയുടെ 2 റെജിമെൻറ്റും ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ 2 സ്ക്വാഡ്രനും മതി നമുക്ക് ഫ്രാൻസിനെ തോൽവി. പക്ഷെ അവർ ടെക്നോളജി അവരെക്കാളിലും ഫ്രാൻസിനേക്കാളും വാരിയേഴ്സാണ് ഇന്ത്യൻ പട്ടാളം. ഇന്ത്യൻ പട്ടാളത്തിൽ ഇവിടുത്തെ സുഡാപ്പികൾക്കും ചില മുസ്ലിം കമ്മ്യൂണിറ്റികൾക്കും താല്പര്യമില്ലെങ്കിലും ഇന്ത്യൻ പട്ടാളത്തിൻ്റെ കേപ്പബിലിറ്റി അറിയാവുന്നവരാണ് ലോകത്തെല്ലാവർക്കും. അതാദ്യം മനസ്സിലാക്കാം. ഫ്രാൻസ് അമേരിക്ക അടിക്കുന്നതൊക്കെ പറയുമ്പോൾ ഇന്ത്യൻ പട്ടാളം തീർത്ത് കളയും ഫ്രാൻസിനെ. അത്രയേ ഉള്ളൂ ഫ്രാൻസ്. ഇന്ത്യയുടെ ഡിഫൻസിൻ്റെ അകത്ത് പുതിയ രീതിയിലുള്ള ടെക്നോളജി കയറി കഴിയും. വി ക്യാൻ ഈസിലി, നമ്മുടെ മുമ്പിൽ നിന്മാരത് നിൽക്കത്തൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ സംഭവം. അതിനാണ് അമേരിക്കൻ ശ്രമിക്കുന്നത്. ഞാനൊരു കാര്യം ഇത് കൺക്ലൂഡ് ചെയ്തൊരു പാർട്ട്, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്, ഇത് കേരളത്തിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാർ, ഇവിടുത്തെ കോൺഗ്രസ്, സോഷ്യലിസ്റ്റ്, അതേപോലെ ഈ മത തീവ്രവാദികളും പറയുന്നൊരു സംഭവമാണ് അമേരിക്കയാണ് പവർഫുൾ നേഷൻ ലോകത്തിൽ. അവർ പറയുന്നതേ ലോകത്ത് നടക്കുകയുള്ളൂ. അതാണ് ആ നേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഡിഫൻസിൻ്റെ ഒക്കെ മണി പവറും വേൾഡ് ബാങ്ക്, IMF ഇതൊക്കെ അവരുടെ കസ്റ്റഡിയിലാണ്. ഈ രാജ്യങ്ങൾക്കൊക്കെ പണം വേണമെങ്കിൽ അമേരിക്ക പറയണം കൊടുക്കാൻ, അല്ലെങ്കിൽ അമേരിക്ക വീറ്റോ ചെയ്യും. കാരണം അമേരിക്കയുടെ ഏറ്റവും വലിയ സ്റ്റേക്ക് ഹോൾഡർ അമേരിക്കയാണ്. വേൾഡ് ബാങ്ക് ആണെങ്കിലും IMF ആണെങ്കിലും ഏത് ഏജൻസി അതൊക്കെ അത്ര പവർഫുള്ളാണ് ഈ നേഷൻ. അതുകൊണ്ടാണ് ട്രംപ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പവർഫുൾ ലീഡർ എന്ന് പറയുന്നത്. അവർ പറയുന്നത് നടക്കുകയുള്ളൂ. ബാക്കിയുള്ള ചുമ്മാ വിരട്ടും തരികടയൊക്കെയാണ്. നീ കണ്ടോണം എന്താണ് ഇവിടെ ഉണ്ടാകാൻ. മുഴുവൻ ആൾക്കാർ 2-3 മാസത്തിനുള്ളിൽ ഈ സാധനത്തെ മുഴുവൻ ഒരു ദൂരെ കളയും. ഇപ്പം ഈ ഗാസയിലുള്ളവരെ അത് ക്ലീനായിട്ട് അമേരിക്കയുടെ കയ്യിലങ്ങ് പോകും. ലോങ് ടൈം അമേരിക്കയുടെ കയ്യിലായിരിക്കും. അതോടുകൂടി ഗാസ എന്ന് പറഞ്ഞ് ഒരു ഗ്ലോബൽ ഡെസ്റ്റിനേഷനായിട്ട് അമേരിക്ക അതിനെ മാറ്റും.
എന്നിട്ട് ഗ്രാജുവലി അത് ഇസ്രായേലിൻ്റെ കൂടെ അങ്ങ് ചേർക്കും. ഇതാണ് അവരുടെ പ്ലാൻ. ആ പ്ലാൻ നടന്നിരിക്കും. അത് അമേരിക്കയുടെ ആവശ്യമാണ്. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ മനസ്സിലാക്കുക, അതിനെ എതിർക്കാൻ ഈ പറയുന്ന ഡെമോക്രാറ്റ്സിന് പോലും പേടിയാണ്. കാരണം അമേരിക്കൻസ് അവർക്കെതിരെ തിരിയുമെന്നുള്ള പേടി. ഇതാണ് അതിൻ്റെ മുഴുവനും അതിൻ്റെ അകത്ത് ഗെയിം പ്ലാൻ എന്ന് പറയുന്നത്. അത് ട്രംപ് നടപ്പാക്കി കഴിഞ്ഞാൽ, കാരണം അവിടെ സമാധാനം ട്രംപ് കൊണ്ടുവന്ന്, ട്രംപ് ആയിരിക്കും ഗ്ലോബൽ ഏറ്റവും വലിയ ശക്തനായ ലീഡർ. അത് അമേരിക്കയ്ക്ക് എപ്പോഴും താല്പര്യമാണ്. അമേരിക്കൻസാണ് ഗ്ലോബലി ഏറ്റവും പവർഫുൾ. അത് അവരുടെ ആവശ്യമാണ്. അതവർ നടപ്പാക്കുക തന്നെ ചെയ്യും ഈ കാര്യത്തിൽ.